അപ്പൊ അഡ്മിഷൻ കൊടുക്കില്ല? ഇല്ല. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല. പഠിത്തമൊക്കെ മുടങ്ങിയതല്ലേ. കുട്ടിയുടെ പെർഫോമൻസ് ശരിയല്ലെങ്കിൽ അത് സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ ബാധിക്കും. അങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുട്ടികളെ കിട്ടാതെ പൂട്ടിപ്പോകാൻ കിടക്കുന്ന സ്കൂളൊന്നുമല്ല. അപ്പൊ അഡ്മിഷൻ കൊടുക്കില്ല? ഇല്ല. നിലവാരം കുറഞ്ഞ സ്കൂളുകൾ വേറെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ആരാണെന്നറിയോ? മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകനാണ് ജഗൻ. അറിയാം. അതുകൊണ്ടാണല്ലോ ഈ തിരക്കുള്ള ദിവസവും നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഗെറ്റ് ഔട്ട് അടിക്കാതിരുന്നത്. ഒരു പാർട്ടിയെ കണ്ടപ്പോ തന്നെ നിലവാരമില്ലാന്നങ്ങ് തീരുമാനിച്ച് നിലവാരമില്ലാതെ പെരുമാറുന്നതാണോ ഒരു പ്രിൻസിപ്പലിന്റെ മര്യാദ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയാണിത്. അവളുടെ പഠിത്തം മുടക്കാനാണ് ഭാവമെങ്കിൽ ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കൊന്ന് അറിയണം. അച്ഛന്റെയും എന്റെയും സ്വാധീനം ഉപയോഗിച്ച് ഈ സ്കൂളിനെ അനധികൃത സ്കൂളിന്റെ ലിസ്റ്റിൽ പെടുത്താൻ എന്നെ കൊണ്ട് പറ്റൂ. മിസ്റ്റർ ജഗൻ, പ്ലീസ് കൂൾ ഡൗൺ. മാനേജ്മെന്റിന്റെ ഫോർമാലിറ്റീസ് അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. എനിക്കറിയേണ്ടത് കുട്ടിയുടെ അഡ്മിഷന്റെ കാര്യമാണ്. മുമ്പ് ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതിയിന്മേൽ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ പത്രങ്ങളിലും ന്യൂസ് ചാനലിലും വാർത്തകൾ വന്നിരുന്നു. സ്കൂൾ പൂട്ടും, അല്ല, സർക്കാർ തലത്തിൽ ഇടപെട്ട് സ്കൂൾ പൂട്ടിക്കുമെന്നായപ്പോൾ അന്ന് MLA ആയിരുന്ന എൻ്റെ അച്ഛൻ കരുണാകരക്കുറുപ്പിനെ കാണാൻ നിങ്ങൾ വന്നിരുന്നു. അച്ഛൻ കൈമലർത്തിയപ്പോൾ നിങ്ങളും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കൂടി എൻ്റെ വീടിൻ്റെ തിണ്ണയിലിരുന്ന് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി നിങ്ങൾ എന്നോട് ജഗൻ സാർ വിചാരിച്ചാലേ രക്ഷയുള്ളൂ എന്നും പറഞ്ഞ് 500-ന്റെ നോട്ട് കെട്ടുകൾ നീട്ടിയത് ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒടുവിൽ ഒരു സ്ത്രീയുടെ കരച്ചിന് മുമ്പിൽ മനസ്സിലഞ്ഞ് ഞാൻ പണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കണ്ട് പ്രശ്നം പരിഹരിച്ചപ്പോ സാറിനെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ മറന്നാലും അന്ന് ജഗൻ സാറുമായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു സെൽഫി എടുക്കണമെന്നും സാറ് ദൈവമാണെന്ന് പറഞ്ഞതും സിസ്റ്റർ സ്റ്റെല്ല ജോസഫ് മറന്നെന്ന് തോന്നുന്നു. പഴയ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ എൻ്റെ മൊബൈൽ ആ സെൽഫി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണണോ സിസ്റ്റർ സ്റ്റെല്ല ജോസഫിന്? പഴയ കാര്യങ്ങളൊന്ന് ഓർക്കാൻ. വേണ്ട സാർ, കുട്ടിയെപ്പറ്റി ഇനി ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ഒന്നുമില്ല. കുട്ടിക്ക് ഞാനിവിടെ അഡ്മിഷൻ കൊടുത്തിരിക്കും. ഇതുമായിട്ട് മാനേജറുടെ ക്യാബിനിലേക്ക് പോയാൽ മതി. താങ്ക് യു മാഡം. ഞാൻ വന്ന് ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ കുട്ടിക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഉണ്ടായാൽ ജഗൻ ഒരു വരവ് കൂടി വരേണ്ടി വരും. അതൊരു 1.5 വരവായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാർ. കുട്ടിക്ക് എല്ലാവിധ സുരക്ഷിതത്വവും ഇവിടെ ഉണ്ടായിരിക്കും. അത് മതി. താങ്ക് യു മാഡം. ആ മോളെ. അതെ, അപ്പൊ അഡ്മിഷൻ ഉറപ്പായി. ചെയ്തെന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്കിള് വന്നില്ലായിരുന്നെങ്കിൽ ദിയമ്മക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ് മാത്രമേ ഉള്ളൂ. ദിയമോൾക്ക്
അഡ്മിഷൻ കിട്ടിയതിന്റെ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കട്ടെ. ഐസ്ക്രീം കഴിച്ച് ആഘോഷിക്കാം. അതൊന്നും വേണ്ട. വേണം, ദിയമ്മക്ക് ഐസ്ക്രീം വേണം വന്ദനമ്മേ. വാ വന്ദനെ, നീ മോൾക്ക് അഡ്മിഷൻ കിട്ടിയതല്ലേ, അപ്പൊ മോൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കേണ്ടതല്ലേ? എല്ലാം ജഗന്റെ ഇഷ്ടം. മതി. ഇപ്പോ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം വന്നു തുടങ്ങി. പക്ഷേ എനിക്കിഷ്ടം വന്ദനെ അല്ല, സോറി, ദിയമോളുടെ ഇഷ്ടമാ. ഇപ്പൊ ദിയമോളുടെ ഇഷ്ടം ഐസ്ക്രീം കഴിക്കാനാ. അതുകൊണ്ട് നമ്മളൊരു ഐസ്ക്രീം പാർലറിൽ പോകുന്നു. എന്നാ പോവാം, വാ. വാ മോളെ, ഇവിടെ ഇരുന്നോ. അല്ല, ഇവിടെ വീട്ടർമാരൊന്നും ഇല്ലേ? മോക്ക് ഏത് ഐസ്ക്രീമാ വേണ്ടത്? എനിക്ക് സ്ട്രോബെറി മതി. ആ വന്ദനിക്കോ? എനിക്കൊന്നും വേണ്ട. ഏയ്, അത് പറഞ്ഞാൽ പറ്റില്ല. ആ ഐസ്ക്രീമിന് ആരും ഓർഡർ ചെയ്തില്ലല്ലോ, ടേബിൾ മാറിയതായിരിക്കും. ദേ അവിടെ ഇരിക്കുന്ന ആ മേഡം ഐസ്ക്രീം ഓർഡർ ചെയ്തത്. അതാരാ ദീമോക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്താണ്? നീമോളുടെ അപ്പച്ചയാണല്ലോ അത്. സുഖം തന്നെയല്ലേ വന്ദന? മോളെ, ഇത് ആന്റിയുടെ വക ഐസ്ക്രീമാ, മോള് കഴിച്ചോ? എനിക്ക് വേണ്ട. ഇത് ഒരുതരം ക്രൂരതയാ വന്ദനെ. ഞാൻ ദിയയുടെ അപ്പച്ചിയാ. ആരാണ് ക്രൂരത കാണിച്ചതെന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ട്, അത് മറക്കരുത്. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാൻ എന്തു യോഗ്യതയാണ് നിനക്കുള്ളത്? ദീമോളെ ഉപദ്രവിക്കില്ല എന്നും ദീമോളുടെ മേലിൽ ഒരു അവകാശവും ഇല്ല എന്നും എഴുതി ഒപ്പിട്ട് തന്ന പ്രമാണ ഉടമ്പടി, അതാണ് യോഗ്യത. ആ യോഗ്യത പോരെ? ഇപ്പൊ നീ വിജയിച്ചു നിൽക്കാണ്, പക്ഷെ എല്ലാത്തിനും കണക്ക് പറയുന്ന ഒരു ദിവസം വരും. അപ്പോ വീണ്ടും കാണാം. ആദ്യം ദിയമോക്ക് ഒരവകാശം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ജഗൻ എന്ന പുതിയൊരു അവകാശം കൂടിയായി അല്ലേ? അന്ന് വിഷക്കാരിൽ നിന്ന് ദിയമോളെ രക്ഷപ്പെടുത്തിയപ്പോ ഈ ആന്റിയാണല്ലോ മോളെ കൊണ്ടുപോയത്.
അന്ന് വളരെ സൗമ്യമായിട്ടാ ആ സ്ത്രീ മോളോട് പെരുമാറിയത്. ഇപ്പൊ എന്താ പ്രശ്നം? ആ സ്ത്രീയുടെ വീട്ടില് ദീമോള് നരകയാതന അനുഭവിക്കായിരുന്നു. ആ വീട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് വന്ദനമ്മയാ. ഓ അങ്ങനെയാണോ? എങ്കിൽ മോളി ഐസ്ക്രീം കഴിക്കണ്ട, നമുക്കത് മാറ്റി വെക്കാം. ആ വെയിറ്റ്, ഒരു ഐസ്ക്രീം. ഇതങ്ങനെ എത്തും. കഴിച്ചു. ആഹാ, അപ്പൊ എനിക്കില്ലേ? അങ്കിളിനുണ്ട്. ആ ഒരു സ്പൂൺ കൂടി ആവാം അല്ലേ മോളെ? കൊതിയന അങ്കിൾ. മോള് കഴിച്ചോ? അത് പറ്റില്ല, വന്ദനമ്മയും കഴിക്കണം അല്ലേ അങ്കിൾ? അതെ. കൊടുക്ക. കൈക്ക് വന്ദനമ്മേ. കഴിച്ചോ? വാ മോളെ. വിട് വന്ദനമ്മേ, എനിക്ക് ഐസ്ക്രീം ഫുള്ള് കഴിക്കണം. എന്താ വന്നെനിക്ക് സംഭവിച്ചത്? പെട്ടെന്നൊരു മാറ്റം. ആ വെയിറ്റ് സർ. ബില്ലെടുത്തു. ഓക്കെ സർ. സാഗർ ഇതെവിടെ പോയി? സാഗർ, സാഗർ. സാഗർ, ഇതെന്താ കസേരയിലിരുന്ന് ഉറങ്ങുകയാണോ? ഇതെന്തൊരു ഉറക്കമാണ് സാഗർ. അല്ലെങ്കിൽ ഞാൻ സാഗറിനോട് പറഞ്ഞിട്ടുണ്ട് മൂക്കറ്റും കുടിക്കരുതെന്ന്. കട്ടിലിൽ വന്ന് കിടന്ന് ഉറങ്ങേണ്ടതിന് പകരം ഒന്ന് എണീറ്റേ. സാഗർ, സാഗർ അല്ലല്ലോ ഇത്. പിന്നെ ഇതാരാ?
അമ്മ ദിയമോളെവിടെ? അത് അത് രാജീവിന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് മോഹിച്ച് നീ ദിയമോളെ വന്ദനയ്ക്ക് വിറ്റു കൊല്ലടി. അയ്യോ അമ്മേ. എന്തടി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ? നീ വെച്ച് അനുഭവിക്കുന്ന സ്വത്തെല്ലാം ആ ദിയമോൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയുണ്ടമ്മേ. പക്ഷെ ദിയമോളെ വിട്ടുകൊടുത്തത് എന്റെ ഭർത്താവായ സാഗറും അമ്മ സുഷമയും ചേർന്ന തൽക്കാലത്തേക്ക് വിട്ടുകൊടുത്തേ ഉള്ളൂ. വന്ദനയിൽ നിന്ന് ഞാൻ ദിയമോളെ വീണ്ടെടുത്തിരിക്കും അമ്മേ. അമ്മേ അമ്മേ ഞാൻ നിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേക്കണ്ട. ആ കുട്ടിയെ സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നീ ഒറ്റ വരുത്തിയ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടേ ഇല്ലാത്ത രാക്ഷസിയാണ് നീ, പിശാചാണ് നീ. അതിന്റെ ശിക്ഷ നീ അനുഭവിക്കണം, അനുഭവിച്ചേ പറ്റൂ. ഞാനെന്ത് കൊല്ലുകൂടി നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. മരിക്കേണ്ടവളാണ് നീ, മരിക്കേണ്ടവൾ. കൊല്ലുകൂടി ഞാൻ, കൊല്ലും. രാഗി, രാഗി, എന്താ രാഗി, നിനക്കിത് എന്താ പറ്റിയേ? അമ്മ അമ്മയെ ഞാൻ കണ്ടു. അമ്മയോ? ഏതമ്മ? എൻ്റെ അമ്മ താഴത്തെ മുറിയിലുണ്ടല്ലോ. പിന്നെ പിന്നെ എങ്ങനെയാ അമ്മ ഇവിടെ വരുന്നേ? ഓ, നീ സ്വപ്നം കണ്ടതാണ്. അല്ല, ഈ കസേരയില അമ്മ ഇരുന്നത്. ദിയമോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാനാണെന്ന് പറഞ്ഞ് അമ്മ എന്നെ തല്ലി. രാഗി, ചൂടുണ്ട്. ചൂടോ? അമ്മ ഇരുന്ന് ചൂട് ഇനിയും മാറിയിട്ടില്ല. ഇവിടെ അമ്മയുണ്ട്. നീ എന്ത് ഭ്രാന്ത ഈ പറയുന്നേ? നിന്റെ അമ്മ മരിച്ചു പോയില്ലേ? മരിച്ചവരൊന്നും പിന്നെ തിരിച്ചു വരില്ല. എന്നാ ഞാൻ ആശ്വസിക്കാതെ? ദിയമോളെ ഇവിടെ താമസിപ്പിക്കാത്തതിൽ മനം തൊന്ന് അലഞ്ഞു നടക്കുക അമ്മയുടെ ആത്മാവ്. അതിനിയും വരും. ഞാൻ പറയുന്നത് എനിക്കൊന്നും കേക്കണ്ട. ദിയമോളെ ഇവിടെ നിന്ന് ഓടിച്ചത് നീ നിന്റെ അമ്മയും കൂടെയല്ലേ? അവളെ തൽക്കാലത്തേക്ക് വന്ദനയ്ക്ക് വിട്ടുകൊടുക്കുന്നു എന്നല്ലേ എന്നോട് പറഞ്ഞത്? ആ തൽക്കാലം ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ദിയമോളെ കിട്ടണം. ഇപ്പൊ തന്നെ അവളെ എനിക്ക് വേണം. എന്തായാലും നേരൊന്നും എടുത്തോട്ടെ. വേണ്ട. ചേട്ടന്റെ മുതല് തിന്നു മുടിക്കാനും ഈ കുടുംബം നശിപ്പിക്കാനും വന്ന് കൂടിയിരിക്കുകയല്ലേ നിന്റെ തള്ള. നേരം വെളുക്കുമ്പോഴേക്കും ഓരോ ഏഷണി പറഞ്ഞ് ആ തള്ള നിന്റെ മനസ്സ് മാറ്റിയിരിക്കും. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ ദിയമോളെ കാണണം. അവൾ എന്റെ രാജീവേട്ടന്റെ മോളാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നേരം വെളുത്തുമ്പോ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പ്ലീസ് വാ, കിടന്നു.
നീ എന്താടാ ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നത്? ഉറക്കമൊന്നുമില്ലേ? നിനക്കെന്താ ഒരു വല്ലായ്മ? ദിയമോൾ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞ് രാഗി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അവൾക്ക് ഇത്രയും നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ പാതിരാത്രിക്ക് പെട്ടെന്നൊരിളക്കം? രാഗിയും വന്ദനയും തമ്മിൽ ഐസ്ക്രീം പാർലറിൽ വെച്ച് കണ്ടിരുന്നു. ദിയയും പിന്നെ കുറുപ്പിന്റെ മകൻ ജഗനും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ദിയമോളുടെ പേരും പറഞ്ഞ് രാഗിയും വന്ദനയും മുഷിഞ്ഞ് സംസാരിച്ചു.